ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കും. നാളെ രാവിലെ നിങ്ങൾ ഉണർന്നപ്പോൾ ലോകത്ത് എണ്ണ ഒന്നില്ല എന്ന് പറഞ്ഞാൽ കാറുകൾ നിശ്ചലമാകും, വിമാനങ്ങൾ നിലത്തിരിക്കും, ഫാക്ടറികൾ നിശബ്ദമാകും. നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ പകുതി പ്രവർത്തനങ്ങളും ഒരു നിമിഷം കൊണ്ട് തന്നെ താളം തെറ്റും. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ അദൃശ്യമായ ശക്തി ഒന്നുണ്ട്. അത് ഒരു കറുത്ത ദ്രാവകമാണ്. ആളുകൾ അതിനെ വിളിക്കുന്നു കറുത്ത സ്വർണം. ഇന്ന് നമ്മുടെ കാറുകൾ ഓടുന്നത്, വിമാനങ്ങൾ പറക്കുന്നത്, പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് എല്ലാം ഇതിൻ്റെ കരുത്തിലാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ കറുത്ത ദ്രാവകം ലോകത്തെ എങ്ങനെ കീഴടക്കി? ആരാണ് ആദ്യം അത് കണ്ടെത്തിയത്? ഒരു ചെറിയ പരീക്ഷണം എങ്ങനെ ഒരു ആഗോള വിപ്ലവമായി മാറി? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു വിഭവത്തിൻ്റെ കഥയിലേക്കാണ്. അത് എണ്ണയുടെ കഥയാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. എണ്ണയുടെ കഥ ആരംഭിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതിലും ഒരുപാട് പഴക്കത്തിലാണ്. ബൈബിളിലെ നോഹയുടെ പെട്ടകം വെള്ളം ചോർന്ന് കയറാതിരിക്കാൻ അതിന്മേൽ പുരട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കറ്റ അഥവാ ബിറ്റുമൈൻ. അത് എണ്ണയുടെ ഒരു രൂപമായിരുന്നു. പുരാതന ഈജിപ്തുകാർ മമ്മികൾ സൂക്ഷിക്കാനും റോമക്കാർ അവരുടെ വിളക്കുകൾ എരിയിക്കാനും എണ്ണ സൂക്ഷിച്ചിരുന്നു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ആളുകൾ നിലത്തുനിന്ന് ഊറി വരുന്ന ഈ കറുത്ത ദ്രാവകം ശ്രദ്ധിച്ചിരുന്നു. ചൈനീസ് ചരിത്രരേഖകളിൽ ക്രിസ്തുവർഷം 900-കളിൽ തന്നെ ബോർണിയോ ദ്വീപിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതായി രേഖകളുമുണ്ട്. ബോർണിയോയിലെ പ്രദേശവാസികൾ അവർ മിനാക് തന്ന എന്ന് വിളിച്ചിരുന്ന ഈ എണ്ണ വിളക്ക് കത്തിക്കാനും വഞ്ചികൾ വെള്ളം കയറാതിരിക്കാൻ പൂശാനും മരുന്നായി പോലും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ വെറും നാട്ടറിവുകൾ മാത്രമായിരുന്നു. എണ്ണ ഒരു വലിയ വ്യവസായമായി മാറാൻ പോകുന്നു എന്ന് ആരും കരുതിയില്ല. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് 1859 അമേരിക്കയിലാണ്. അവിടെ ഒരു മുൻ റെയിൽവേ കണ്ടക്ടറായ എഡ്വിൻ ഡെറാക്ക് എന്നയാളുണ്ടായിരുന്നു. ഒരു ഭ്രാന്തൻ ആശയമായി അയാൾ നടക്കുകയായിരുന്നു. അയാളെ പലരും പരിഹസിച്ചു. നിങ്ങളുടെ കടം വീട്ടുക, വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നൊരു കത്ത് പോലും അയാൾക്ക് ലഭിച്ചു. പക്ഷേ ഡെറാക്ക് വിട്ടുകൊടുത്തില്ല. പെൻസിൽവാനിയയിലെ ടെസ്വെല്ല എന്ന സ്ഥലത്ത് നിലത്തു നിന്ന് എണ്ണ ഊറി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു. ആ എണ്ണ കണ്ടെത്തി അതിൽ നിന്ന് വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അക്കാലത്ത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന തിമിംഗല എണ്ണ വളരെ ചിലവേറിയതായിരുന്നു. അങ്ങനെ 1859 ഓഗസ്റ്റ് 27-ാം തീയതി റോക്കിൻ്റെ ശ്രമം വിജയിച്ചു. 21 മീറ്റർ ഉയരത്തിൽ എണ്ണ ഉയർന്നു പൊങ്ങി. ലോകത്തെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എണ്ണക്കിണർ പിറന്നു. ആ നിമിഷം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. റോക്കിൻ്റെ വിജയത്തിന് ശേഷം അമേരിക്കയിൽ എണ്ണ ഒരു ഭ്രാന്തായി അലയടിച്ചു. അതിൻ്റെ